ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ജവാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മറ്റന്നാൾ സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെയാണ് നടപടി. യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ അധ്യാപകനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. MG പ്രതീഷ് നൽകും വിശദാംശങ്ങൾ. MG പ്രതീഷ്, ഇതിലിപ്പോൾ സസ്പെൻഡ് ഒരു വിശദാംശവും വേണ്ട എന്റെ സുഹൃത്തുക്കളെ. ഇത് ചെയ്തത് VD മേനോൻ സതീശനായതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ആരും ഉണ്ടാക്കാൻ സാധ്യതയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റന്നാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കാൻ പോകുന്നു. അതിന് തൊട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ സ്കൂളുകളിൽ നിന്ന് വിരമിക്കേണ്ട ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. സുരേന്ദ്രൻ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഐഡിയിൽ സുരേന്ദ്രൻ PS എന്ന് നിങ്ങൾക്ക് കാണാം. ഒരല്പം തടിയുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ അങ്ങനെയാണ് കണ്ടത്. ആ ഒരു മനുഷ്യൻ ഒരു പോസ്റ്റ് ഇട്ടു സോഷ്യൽ മീഡിയകളിൽ. ആ ഒരു പോസ്റ്റും വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പോസ്റ്റ് ഇങ്ങനെയാണ്: പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ടീം ഉണ്ടാക്കിയൊരു പോസ്റ്റാണ്. VD സതീശൻ എന്നൊരു സൈഡിൽ കാണാനുണ്ട്. ഖജനാവ് കൊണ്ട് സതീശൻ മേനോൻ സാർ 2 ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പോസ്റ്റാണ് ഇട്ടത്. ഇതിൽ എന്ത് തരം പ്രകോപനപരമായിട്ടുള്ള സാധനമാണ് ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടില് രാജാവിനൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തലൊക്കെ പോയെന്നൊക്കെ വരും. രാജാവിന് വിമർശിക്കാൻ പാടില്ല. രാജഭരണത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മോദിജി ഭരിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിമർശിക്കുന്ന ചില ആളുകളൊക്കെ പിടിച്ചകത്തിടുകയും ഇതുവരെ പുറത്തു വരാത്ത ആളുകളൊക്കെ ഇപ്പോഴുണ്ടെന്ന് നമുക്കറിയാം. സംഗതികളൊക്കെ അവിടെ കെടുക്കട്ടെ. ഇതൊരു ജനാധിപത്യ ഇന്ത്യയാണ്. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഒരു നാടാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് എടുത്തു പറയാനുണ്ടാവുക ചില കേസുകളാണ്, ന്യായമായ ചില കേസുകൾ. അതിൽ ഒന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്കൂളുകളിലെ ചില അധ്യാപകരെ പിടിച്ച് പുറത്താക്കിയിരുന്നു. സസ്പെൻഷൻ ഒന്നും ആയിരുന്നില്ല, എടുത്തു പിടിച്ച് പുറത്താക്കി. കുട്ടികളെ ഉപദ്രവിച്ചതിന്, ലൈംഗികമായിട്ട് കുട്ടികളെ ഉപദ്രവിച്ചതിന് എടുത്ത് പുറത്താക്കിയിരുന്നു. വേണ്ടേ? വേണം. പക്ഷേ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള പോസ്റ്റാണ് സുഹൃത്തുക്കളെ. അതും മറ്റന്നാള് വിരമിക്കേണ്ട ഒരു അധ്യാപകനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാവി ഇരുളടയുന്നു എന്നർത്ഥം. അദ്ദേഹത്തിന് കിട്ടേണ്ട പെൻഷൻ, അദ്ദേഹത്തിന്റെ ഭാവി ജീവിതങ്ങൾ മുഴുവൻ തകർക്കുകയാണ്. ഇങ്ങനെയൊന്നും ഒരു മാധ്യമവും ഈ വിഷയം ചർച്ച ചെയ്യില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊന്നും ഒരു മാധ്യമവും ഈ വിഷയം ചർച്ച ചെയ്യില്ല. എന്തായാലും ഈ വാർത്തയും അതിനുശേഷമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി നിങ്ങൾ കേൾക്കണം. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരൊക്കെ പറയുന്ന രീതി ഇങ്ങനെയാണ്. എന്താ പറയാ, മാങ്ങട അണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പേട്ടന്റെ അങ്ങനത്തെ രീതിയിലൊക്കെ പറയും. ഞാനത് പറയുന്നില്ല, അത്ര ശരിയല്ലാത്തൊരു വാക്കായതുകൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിപ്പോ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താന്നുള്ളൊക്കെ. ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയെ കുറിച്ച് ഉത്തരം പറയുക. ആ ഒരു രീതിയിലുള്ള ഉത്തരമാണ് കേട്ടത്. എന്തായാലും ഒരു മനുഷ്യന്റെ പണി കളഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെ ഞാൻ പറയുന്നത്, ഇതെങ്ങാൻ പിണറായി വിജയൻ മഹാഭാഗ്യാണെന്ന്. പിണറായി വിജയൻ എങ്ങാനാണ് ഈ അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പ്രവൃത്തി നടന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇന്നത്തെ ചർച്ച? ഹെഡ്ലൈൻ അതായിരിക്കില്ലേ? എല്ലാ മാധ്യമങ്ങളിലെ ഹെഡ്ലൈൻ അതായിരിക്കും. ഒരു പാവം മനുഷ്യന്റെ ജീവിതം നായ നക്കുന്ന പോലെ മാറ്റി വെച്ചിട്ടല്ലേ പിണറായി വിജയൻ പോയത്. എന്തൊരു ക്രൂരനാണ് പിണറായി വിജയൻ എന്ന രീതിയിലൊക്കെ സംസാരിക്കില്ലേ? പക്ഷേ VD സതീശൻ മേനോൻ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിൽ ഒരു പ്രത്യേക ടാക്ടിക്സ് ഉണ്ട്. അദ്ദേഹം സംസാരിക്കുന്നിടയ്ക്ക് പൊതുജനങ്ങളെ കൂടി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എടുക്കും. ഓരോ ദേഷ്യത്തിന് ശേഷവും ഒരു ചിരി ഉണ്ടാവും. ആ ചിരിയിൽ അവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകര് മയങ്ങിപ്പോവും. ഒപ്പം അങ്ങോട്ട് ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് അവരോട് അങ്ങോട്ട് ചോദിക്കും. ശരിയല്ല എന്ന് ഒരുത്തം പോലും അങ്ങോട്ട് ഉത്തരം പറയില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ VD സതീശന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കാണൂ, ശരിക്കിരുന്ന് കാണൂ. ഓരോ തവണ ഉത്തരം പറയുമ്പോഴും മഹാ തെറ്റാണ് പറയുന്നതെങ്കിലും അത് മാധ്യമപ്രവർത്തകരോട് അങ്ങോട്ട് ചോദിക്കും, ഞാൻ പറയുന്നത് ശരിയല്ലേ? എന്നിട്ട് അവസാനം അദ്ദേഹം പറയും, ഇതാണ് ശരി. അപ്പോൾ പിന്നെ ആ വന്നിരിക്കുന്ന ആളുകളൊക്കെ കുന്തം വിഴുങ്ങിയ പോലെ കുത്തിരിക്കും. അതല്ല സാർ ശരി, നിങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ട് സാർ എന്ന് ഒരുത്തൻ പോലും എഴുന്നേറ്റെന്ന് ചോദിക്കില്ല. കാരണം ചിരിക്കുന്നുണ്ടല്ലോ. ചിരിക്കാത്ത മുഖ്യമന്ത്രിയൊക്കെ എന്ത് ചെയ്യാം? എഴുന്നേറ്റ് പോകുന്തോറും ഇതിന് ഉത്തരം പറഞ്ഞ് പോയാൽ മതി പിണറായി വിജയൻ സാർ എന്നൊക്കെ ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ പറയും. ചില മാധ്യമ പ്രവർത്തകർ അത്തരത്തിലൊക്കെ ആക്രോശമിടും. പക്ഷേ ഇത് ചിരിച്ചു പോകുന്നതുകൊണ്ട് ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും വാർത്ത കേൾക്കണേ. ഇതിന് ശേഷം ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്, അതുകൂടി ഒന്ന് കാണണേ.
ിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റന്നാൾ സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഈ നടപടി? മുഖ്യമന്ത്രി വി ഡി സതീശനെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപമാനിച്ചതിനാണ് ഇപ്പോൾ അധ്യാപകനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ട്രഷറി നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിഹാസ പോസ്റ്റാണ് ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തത്. മനസ്സിലെ ട്രഷറി നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രഷറിയില്, നമ്മുടെ ഗവൺമെന്റില് പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് 5 പൈസ ഇല്ല, പൂച്ച പെറ്റ് കെടുക്കുകയായിരുന്നു എന്നായിരുന്നു നമ്മുടെ മന്ത്രിമാരൊക്കെ പറഞ്ഞത്. ഏത് മന്ത്രിമാര്? ഈ വലതുപക്ഷ കോൺഗ്രസ് മന്ത്രിമാരൊക്കെ പറഞ്ഞത്. അത് ആദ്യം തുടക്കത്തിലെ ഇലക്ഷന് മുമ്പേ പറഞ്ഞ മനുഷ്യന്റെ പേര് കുഞ്ഞാലിക്കുട്ടി എന്നാണ്. ഇലക്ഷൻ ശേഷം പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് അത് ആന്റണി എന്നാണ്. അതിനുശേഷം അത് ആവർത്തിച്ച ഒരാളുടെ പേര് അത് വി ഡി സതീശൻ മേനോൻ എന്നാണ്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇത് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ ആൾക്കാർ പറഞ്ഞത് അത് ശരിയല്ല. 6000 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ്, ലിക്വിഡ് ക്യാഷ് ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പടിയിറങ്ങി പോകുന്നത്. ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പിന്മുറക്കാരല്ല. ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോ 600 കോടി എങ്ങാൻ കടം ഉണ്ടാക്കി വെച്ചിട്ടാ പോയേ. ഞങ്ങൾ അതല്ല, ഞങ്ങൾ ലാഭം 6000 കോടി രൂപ ലാഭം ഉണ്ടാക്കി വെച്ചിട്ടാ പോയെന്നാ പറഞ്ഞേ. അത് നമുക്ക് തെളിവാവുകയും ചെയ്തു. അത് വിവരാവകാശ രേഖ പ്രകാരം നമ്മളുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്തു. ഇടതുപക്ഷം പറഞ്ഞത് ശരിയാണ്. നമ്മുടെ സ്മൃതി പരുത്തിക്കാട് ഇടതുപക്ഷത്തെ ഏറ്റവും ശക്തമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ്. അവരടക്കം പറഞ്ഞു ശരിയാണ്, അത് യാഥാർത്ഥ്യമാണ്, അങ്ങനെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ ഇടതുപക്ഷക്കാർ പറഞ്ഞത് ശരിയാണ്, വി ഡി സതീശൻ പറഞ്ഞത് ശരിയാണ്, മുൻ ധനമന്ത്രി അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തന്നെയാണ് സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ളവർ പറഞ്ഞേ. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. എന്നുള്ളതിന്റെ തെളിവായിട്ട് ഇവർ അധികാരത്തിൽ കയറി പൈസ ഇല്ലെങ്കിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അടുത്ത അധികാരത്തിൽ കയറി കഴിഞ്ഞ ശേഷം പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ ഒന്ന്, നമ്മുടെ ആ ഒരു ആശാ വർക്കേഴ്സിന് 3000 രൂപ കൂട്ടിക്കൊടുത്തു. പിന്നെ പെൻഷൻ 3000 ആക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഇപ്പൊ ആരും ചർച്ച ചെയ്യുന്നു കാണുന്നതല്ല. ചർച്ച ഒന്നും ആരും ചെയ്യില്ല. ഒരു മനുഷ്യന് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പോകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, ആർക്കെന്ത് ചോദിക്കാൻ അല്ലേ? എന്തായാലും നമ്മളെന്തായാലും അതിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. സംഗതി അവിടെ എടുക്കട്ടെ. എന്തായാലും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പെൻഷൻ കൂടി കൊടുക്കാമെന്ന് തീരുമാനിച്ചേ. അപ്പോഴാണ് ആളുകൾ മനസ്സിലായത്, പൂച്ച പെറ്റ് കെടുക്കുക എന്ന് പറഞ്ഞിട്ട് അതിൽ പൈസ ഉണ്ടല്ലോ എന്ന് ആളുകൾക്ക് അപ്പോഴാണ് ബോധ്യമായത്. അതായത് നമ്മുടെ ഖജനാവിൽ പണമുണ്ട്, അല്ലാതെ മുക്കിയിട്ടൊന്നല്ല, തുടച്ച് വൃത്തിയാക്കിയിട്ടൊന്നല്ല പിണറായി വിജയൻ ഗവൺമെന്റ് ഇറങ്ങിപ്പോയിട്ടുള്ളതെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. പലതും ജനങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ബോധ്യമായി തുടങ്ങുന്നേ ഉള്ളൂ. ശരിയാണോ ധാർഷ്ട്യമാണോ നല്ലതെന്നൊക്കെ ശരിയായി തുടങ്ങുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ ഒരു പ്രിൻസിപ്പിൾ എന്തിട്ടത്? പൂച്ച പെറ്റ് കെടുക്കുകയല്ല, പൂച്ച പെറ്റ് കെടുക്കുന്നതിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാൻ കഴിയുന്നേ എന്ന് പറയുന്ന ഒരു പരിഹാസ പോസ്റ്റ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്തോരം പരിഹാസ പോസ്റ്റുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. എന്തോരം അദ്ദേഹത്തിന് തല വെട്ടിയിട്ട് പലതിന്റെ മേലെ ഒട്ടിച്ചു വെച്ചിട്ട് എന്തോരം പരിഹാസ പോസ്റ്റുകൾ കണ്ടിരിക്കുന്നു. നോക്കൂ, അതിന്റെ പേരിൽ ജനങ്ങളെ പുറത്താക്കപ്പെടുകയാണെങ്കിൽ, ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ സാധിക്കുകയാണെങ്കിൽ, സസ്പെൻഡ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഏർപ്പെടുത്തുകയാണെങ്കിൽ എത്ര പേരെ പിണറായി വിജയൻ പിരിച്ചുവിടണം? എന്നിട്ടും എന്താണ്, ഏതൊരു കണ്ടക്ടർ ഓന്റെ ഉരുത്തക്കേട് കൊണ്ട് പുറത്താക്കപ്പെട്ടതിന് എത്ര കാലം പിണറായി വിജയൻ പഴിയുമായിട്ട് നടന്നു അല്ലെ? എത്ര കാലം പിണറായി വിജയൻ പഴി കേട്ടു. ഈ അടുത്തല്ല മനസ്സിലായത് അത് അവന്റെ തന്നെ ഉരുത്തക്കേട് കൊണ്ടാ. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവനെടുത്ത് പുറത്താക്കിയത്. അവനൊരു സ്ഥിരം ഡ്രൈവർ അല്ല, ഗവൺമെന്റ് ജോലിക്കാരനല്ല എന്നുകൂടി നമുക്ക് ഈ അടുത്ത കാലത്താണ് മനസ്സിലായത്. ശരി, സംഗതി എടുക്കട്ടെ. പിണറായി വിജയൻ ഇവിടെ ഇല്ല, ഈ ഒരു ചിത്രത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് മിണ്ടണ്ട. പക്ഷെ ചില താരതമ്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞേ ഒക്കൂ എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ ചില ആളുകൾ ചിരിയിൽ അങ്ങോട്ട് മയങ്ങിപ്പോവും. നല്ല രസമാണല്ലോ, മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി കിളിപോയ ഇല്ല. അപ്പോഴാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇനി നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ഉത്തരം കേൾക്കേണ്ടത്. എന്തായാലും ആ പാവം പ്രിൻസിപ്പളുടെ പണി പോയി, ഇനി അയാൾക്ക് ഒന്നും കിട്ടത്തില്ല. അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. ജീവിതം കുളമായി എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഒരാളെ പണി കളയാനൊക്കെ വളരെ എളുപ്പമാണെന്നേ. ഇനി ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചൊരു മാധ്യമപ്രവർത്തക ചോദ്യം ചോദിച്ചത് പ്രിൻസിപ്പൾ പുറത്താക്കിയതിനെ പറ്റിയിട്ടാണ്. അദ്ദേഹം ഉത്തരം പറയുന്നത് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ.
സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ഒരു അധ്യാപകനെ ഇവിടെ ആറ്റിങ്ങലുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ അദ്ദേഹം വിരമിക്കുന്നതിന് 2 ദിവസം മുമ്പ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്ന മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു എന്ന് സർക്കാർ കണ്ടില്ലേ? കൃത്യമല്ലേ? അധ്യാപകനെ കുറിച്ചല്ലേ ചോദ്യം ചോദിക്കുന്നത്. ഇനി ഇദ്ദേഹം പറയുന്നത് കേൾക്കൂട്ട. ആ പോസ്റ്റ് എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ആ ഒരു പണവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് അല്ലേ? അല്ലേ? ഇനി ഉത്തരം കേൾക്കണേ. പോസ്റ്റ് കണ്ടായിരുന്നു. നിങ്ങൾ ഇനി പറ, നടപടി എടുക്കണ്ടേ? KSRTC ഒരു ജീവനക്കാരൻ കണ്ടില്ലേ? നടപടി എടുക്കണ്ടേ എന്ന് ചോദിക്കുന്നത്. എന്ത് നടപടി എടുക്കേണ്ടതില്ല എന്ന് അവിടുത്തെ മാധ്യമപ്രവർത്തകരൊക്കെ അങ്ങോട്ട് പറയാൻ സാധിച്ചോ? ഇതിനൊക്കെ നടപടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തോരം നിങ്ങൾ ഈ വിമർശിക്കുന്നവരെ എങ്ങനെയാണോ നിങ്ങൾ നാവടക്കുന്നത്? വിമർശിക്കുന്നവരെ നാവ് മുഴുവൻ നിങ്ങൾ വെട്ടിയെരിയാണോ എന്ന് പോലും അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കും. ഞാൻ ഇദ്ദേഹത്തെ കുറ്റം പറയില്ല. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് ഞാൻ കുറ്റം പറയില്ല. ഞാൻ മാധ്യമപ്രവർത്തകരാണ് പറയുന്നത്. അവിടെ പിരിവെട്ടിയ പോലെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഞാൻ കുറ്റം പറയുള്ളൂ. കാരണം ഒരുത്തന് പോലും നട്ടലില്ല. എന്തായാലും ബാക്കി കേൾക്ക്. എന്റെ മുഖം, നഗ്നനായ ഒരു പുരുഷന്റെ ബോഡി, അത് വെച്ചിട്ട് KSRTC ഒരു ജീവനക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താണ്. എന്താ ചെയ്യുന്നത്? എന്നോട് വന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന്റെ ഗൗരവമല്ല അല്ലെങ്കിൽ വിറ്റേക്കുന്നു. എന്റെ സുഹൃത്തുക്കളെ, എന്താ ചോദ്യം ചോദിച്ചേ? അധ്യാപകന്റെ പുറത്താക്കലിനെ കുറിച്ചിട്ടല്ലേ? ഇദ്ദേഹം ഉത്തരം പറയുന്നത് എന്താ? KSRTC ഏതൊരാളെ പുറത്താക്കിയിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ടാ. അതും ചെയ്തിട്ടുണ്ട്. കേൾക്ക്. വിട്ടേക്കാൻ പറഞ്ഞു. ഇതാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് അനുവദിച്ചാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ പറ്റി ഇടുവാങ്ങുന്നു ഇല്ലേ? എന്തും ചെയ്യാം. നിങ്ങളെ ചോദിക്കുക, കേരളത്തിലെ പൊതുജനം വിലയിരുത്തട്ടെ. മുഖ്യമന്ത്രിയുടെ മുഖം വെച്ചിട്ട് അടിയിൽ വേറെ വളരെ നെയ്ക്കഡായിരിക്കുന്ന ഒരു പുരുഷന്റെ ശരീരഭാഗങ്ങൾ ചേർത്തിട്ട് ഒരു പറയിട്ടിരിക്കാം. ആ ആള് സർവീസിൽ 2 ദിവസം റിട്ടയർ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് സന്തോഷമായോ? ഏകദേശം നിങ്ങൾക്ക് വ്യക്തമായോ? ചോദ്യം ചോദിച്ച അധ്യാപകനെ കുറിച്ചിട്ട് ഉത്തരം പറഞ്ഞ് KSRTC പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ചിട്ട്. അയാൾ 2 ദിവസം കഴിഞ്ഞാൽ റിട്ടയർഡ് ആകാൻ പോകുമെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. പിൻവലിക്കേണ്ടതല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധ്യം കൊണ്ടും മറ്റും അദ്ദേഹം ചെയ്തൊരു പോസ്റ്റ് എന്ന് പറയുന്ന ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. പൂച്ചപ്പെട്ടി എടുക്കുന്ന ഗജാവിൽ നിന്ന് എങ്ങനെ VD സതീശന് ഇത്രയും കൊടുക്കാൻ കഴിഞ്ഞ് എന്നൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലൊക്കെ പുറത്താക്കപ്പെടണോ ഒരു അധ്യാപകൻ? വേണോ? എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് ആ ഒരു നടപടി മരവിപ്പിക്കണമെന്നാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പം കഴിയും. പക്ഷേ ഒരു ജീവിതം കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ്. ഈ അധ്യാപകൻ ചെയ്ത പോസ്റ്റ് എന്തെന്നും ഒക്കെ നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇതൊരു ഭയങ്കര പ്രതികാര നടപടിയായിപ്പോയി അല്ലേ? എന്തായാലും വലിയ ചർച്ചയൊന്നും ഇതിനെപ്പറ്റി നടക്കില്ല എന്നുള്ളത് മാത്രമാണ് ഈ പോസ്റ്റ് ഇട്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതേ സ്ഥാനത്ത് പിണറായി വിജയനായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തെ ആക്ഷേപിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹമാണ് ഈ അധ്യാപകനെ പുറത്താക്കിയെങ്കിൽ ഇന്നത്തെ ചാനലുകളുടെ ഹെഡ്ലൈൻ എന്തായിരിക്കും? ഒന്ന് പറയാവോ? ഹെഡ്ലൈനുകൾ ഒന്ന് ഊഹിച്ച് പറയാവോ? ബൈ.